അല്ല, ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം? ഞാനിനി ഫോൺ എടുക്കൂലെന്ന് വിചാരിച്ചാണ്. എന്ത് പറ്റി? എന്ത് പറ്റി? നീനാണല്ലേ എന്നോട് മുണ്ടെല്ലാം എടുത്തിട്ട് വരാൻ പറഞ്ഞിനി. എടുത്തത് ഇപ്പൊ സൗകര്യമില്ലേ? എന്ത് സൗകര്യം? കേരളത്തിൽ ഗിയറെല്ലാം പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതിനാന്ന് നിർബന്ധിച്ചിട്ട് മാടിക്കെട്ടാലും പറഞ്ഞല്ലേ. ആ, എന്തേ? ഒന്നുമില്ല. ഇനി മുണ്ട് കൊടുക്കുകയില്ല കേട്ടോ. അങ്ങനെ പറയില്ല അനീഷേ. അനീഷ ഒന്നുമില്ല, ഒരു ആണുങ്ങളല്ലേ. ഞാനിത് മറ്റേ എന്നാലും ആണുങ്ങളായോണ്ടല്ലേ ഇങ്ങനെയുണ്ടോ ചെയ്യല്? അല്ല, അനീഷിന്റെ ഈ കളികളിലൊന്ന് മാറ്റി നല്ല സ്മാർട്ടാവാനാണ് ഇത്ര കയറിയിരുന്നു. അല്ല, അതിനു ഞാൻ തീരെ വിചാരിക്കാതെ പോലെ അതിന് പറയുന്ന കേട്ടിട്ട് വിശ്വസിച്ചിട്ടല്ലേ ഞാൻ മാടി കെട്ടിയിട്ട് തന്നെ ഇരുന്നത്. എനക്ക് ഇഷ്ടമല്ലേനും, പക്ഷെ നിർബന്ധിച്ചോണ്ടാ ചെയ്തത്. പക്ഷെ അതിനു ഇങ്ങനെ എല്ലാം ചെയ്യുന്ന എനക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ആ സമയത്ത് വണ്ടിയാൻ്റെ അടിക്കുമ്പോ തെറ്റിപ്പോയില്ലെങ്കിലോ? വണ്ടിയൊന്നും തെറ്റൂല, സ്റ്റെയറിംഗ് എല്ലാം എൻ്റെ അടുക്കല്ലേ ഉള്ളത്. ഞാനാകെ വെപ്രാളായിപ്പോയി എനിക്ക്. അനീഷിന്റെ പെട്രോളൊന്നും മാറൂല. അതിനും ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. അതിനൊന്നും അനീഷിന്റെ ഈ പേടിയും പെട്രോളാണ് എനിക്കൊരു മനസ്സിലാകാത്തത്. എന്തിനിങ്ങനെ പേടിക്കുന്നു? പേടിയും വെപ്രാളവും. ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുവാ? ഞാന് അനീഷിനെ ഒന്ന് നേരെയാക്കി എടുക്കാന്ന് വിചാരിക്കുമ്പോ ഇങ്ങനെയാണോ നേരെയാക്കുവാ? പിന്നെ ഇങ്ങനെ അല്ല, അനീഷൊന്നും ഒരു ആണുങ്ങളല്ലേ, അതിന്റെ ഒരു ഇതില്ല മനസ്സിൽ. ഒരു പെണ്ണുങ്ങളെ കാണുമ്പോ എന്തെല്ലാം ഇതുണ്ടാവും, അങ്ങോട്ട് ഒന്ന് തൊട്ടാലോ ഇതാക്കിയോ ഇതെല്ലാകുമ്പോ അതിന്റെ അനീഷിന് ഒന്നും തോന്നാത്തത്. എന്നാലും അങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയാല് അങ്ങനെയല്ല തോന്നണം. ആണുങ്ങളായാലും അങ്ങനെയല്ല ഉണ്ടോ? ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാ. പരസ്പരം ഒന്ന് തൊട്ടാലോ മുട്ടിയാലോ നമുക്കൊരു ഇത് തോന്നൂലേ? എന്നാലും അതിനും മുണ്ട് മാടിക്കിട്ടായിട്ട് ഇരിക്കാൻ പറയാൻ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. എങ്ങനെ വിചാരിച്ചിട്ടില്ല? ഞാൻ ആദ്യം വിചാരിച്ച അതിനു വണ്ടീന്റെ ഗിയറിൽ പിടിക്കാൻ വേണ്ടിട്ടാ കൈ കൊണ്ടിരുന്നതാണ്. മനസ്സിലായി. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നു. പിന്നെ മനസ്സിലായിട്ട് എന്തേ? അതിനോട് ദേഷ്യപ്പെടാനൊന്നുമില്ലല്ലോ. ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. അനീഷിനെ നല്ലത് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ചെയ്തത്. അനീഷിന്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കണം. അത് മാറ്റം ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെയെല്ലാം ചെയ്ത സ്വഭാവം മാറുമോ? പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്താൽ തന്നെയാണ് അനീഷിന്റെ ഈ സ്വഭാവം എല്ലാം മാറി നല്ല ഒരു ഇനി മുണ്ടേ കൊടുക്കൂലെന്ന് തീരുമാനിച്ച? മുണ്ടേ കൊടുക്കൂല. അനീഷ് നാളെ വരുമ്പോ മുണ്ടഞ്ഞി കൊടുക്കണം. നാളെ ഇനി മുണ്ട് കൊടുക്കുകയില്ല. മുണ്ട് കൊടുത്തിട്ട് മാടി കിട്ടിയിട്ട് തന്നെ വരണം. എന്നാലേ ഞാനിനി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാല് ശരിയാവുക? അങ്ങനെ പറയൂ. അനീഷ് എന്തായാലും മുണ്ട് കൊടുത്തിട്ട് തന്നെ വരണം.
മുണ്ടെടുത്തിട്ട് എന്തായാലും വരൂലേ? അനീസിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അനീസ് പറയുന്നു. ഞാൻ ശരിക്കും അനുവിനെ കൊണ്ട് ഞാനാണ് പെട്ടത്. ഞാൻ അനുവിനെ വിശ്വസിച്ചിട്ടല്ലേ ഇന്നലത്തെ പോട്ട് നീച്ച് ഇന്നും മുണ്ടെടുത്തിട്ട് ഇനി അങ്ങനെയൊന്നും ചെയ്യൂലെന്ന് ഇന്നലെ എന്നിട്ട് പറഞ്ഞല്ലേ. അനീസിനെ കാണാൻ നല്ല ഭംഗിയില്ലേ, മുണ്ടെടുത്തിട്ട് ഭംഗിയുണ്ട്, സൗകര്യമുണ്ട്. അതല്ലേ എനിക്ക് അനീസ് മുണ്ടെടുത്തിട്ട് കാണാൻ നല്ല ഇഷ്ടം. മുണ്ടെടുത്തിട്ട് കാണാനും നല്ല ഇഷ്ടമെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഇനിയെന്താ അനീസിന്റെ പരിപാടി? എന്നാല് നാളെ മുണ്ടെടുക്കൂലെന്ന് തന്നെയാ? നാളെ മുണ്ട് കൊടുക്കൂല, സാധാരണ വരുമ്പോലെ ജീൻസ് ഇട്ടിട്ട് വരും. പാൻറ് ഇട്ടിട്ടല്ലേ? ഉം. അനീസ് നാളെ മുണ്ടെടുത്തിട്ട് തന്നെ വരും. ഞാൻ ഉടുപ്പിക്കൂ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇങ്ങനെ അനീസിനോട് പറയണ്ടേ? അതല്ലേ അതിന് തന്നെ വിചാരിച്ചു ഇന്ന് ചെയ്തത് അത് ശരിക്കും ശരിയാണോ? തെറ്റല്ലേ ചെയ്തേ? നിനക്ക് ശരിയാണ്, എന്റെ ഭാഗം ചിന്തിക്കുന്ന ശരിയാ. അതങ്ങനെ എനക്ക് അനീസിനോട് ഇഷ്ടം തോന്നി, ഞാൻ ചെയ്തു. അനീസിന് എന്നോട് എങ്ങനെയാണെന്ന് അനീസിനല്ലേ അറിയൂ. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഇങ്ങനത്തെ ഇഷ്ടമൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടമുള്ളവര് ചെയ്യുവോ? അനീസിന് അതൊന്നും അറിയിട്ടാണ്. അനു ഇനി ഇതെല്ലാം ഇനി അനു ആരോടൊന്നും പറയാ? ഞാൻ ആരോട് പറയും? ആരോട് പറയാനാ? അല്ലെ ഇതൊന്നും പറയാൻ പറ്റുമോ? ഇതിനോട് ഇഷ്ടം തോന്നി ഞാൻ ചെയ്തു, പിന്നെ അതെല്ലാരോടും പറയാൻ പറ്റുമോ? രാവിലെ പഠിപ്പിക്കുന്ന പെൺകുട്ടികളോടുള്ള തമാശക്ക് എന്തെങ്കിലും പറയാ? അയ്യോ, പെൺകുട്ടികളോട് ഞാനിങ്ങനെ തമാശയെ പറയില്ല. അവരെ മുമ്പിലാണ് ഞാൻ ഗൗരവത്തില്. അനീസിനോട് മാത്രമേ ഞാൻ ഫ്രീ ആയിട്ട് ഇടുള്ളൂ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അനു ഇങ്ങനെയെല്ലാം ചെയ്തു. അങ്ങനെ ചിന്തിച്ചു ഇങ്ങനെയെല്ലാം ഉണ്ടാവും അങ്ങനെ ചോദിച്ച് പ്രശ്നമില്ല. എല്ലാം അനക്ക് പ്രശ്നമാവുന്നേരം അന്നെക്കൊണ്ട് ഇത് അനക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനു ഇങ്ങനെയാണ് ഞാൻ പിന്നെ എങ്ങനെയാ അനീസിനോടൊക്കെ പെരുമാറാൻ പറ്റും? ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുക്കും. അതെന്താന്ന് അനീസിനോട് എനിക്ക് ഇഷ്ടമാണ്. അതിന് നേരം വണ്ടിന്നെല്ലാം ആരെങ്കിലും ശ്രദ്ധിച്ചാന്നാ ചെയ്യാ? ഞാൻ കഴിയുന്നില്ലേ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ലേ? അതിന് പ്രശ്നം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിലുള്ളതാണോ? അതാട്ടോ അങ്ങനെയെല്ലാം ഉണ്ടാവും. സ്റ്റിയറിംഗ് ഓടിക്കുമ്പോ ഗിയർ ഇടുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാവും. അതാ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇനി മുണ്ടെടുക്കാൻ പറയരുത്. ഇനി മുണ്ടെടുത്തിട്ട് വരൂല കേട്ടോ. അനീസ് മുണ്ടന്നെ ഉടുക്കും.
നാളെയും കൊണ്ടുകൊടുത്തിട്ട് തന്നെ വരണം. നാളെയും 5 ആണുങ്ങളോന്ന് ചോദിച്ചിട്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുമ്പോ ഒന്ന് തൊട്ടുകൂടാ ഒന്നുമില്ലല്ലോ. അത് തൊടണ്ടടുത്തല്ലേ തോടു. ഇത് ഏടിയാ അനീഷ് ഇത് അതിന് തൊട്ടേ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമ്പോ തട്ടിയതല്ലേ കാലിന്. അത് പറയണ്ട, കള്ളത്തരൊന്നും പറയണ്ട. തട്ടിയൊന്നല്ല, മനഃപൂർവ്വം. അതെ, അങ്ങനെ തട്ടി. അങ്ങനത്തെ തട്ടിയൊന്നുമല്ലല്ലോ, അങ്ങനെ തട്ടിപ്പോയൊന്നുമല്ല. ഞാൻ കഴുതി കൂട്ടി തൊട്ടു. അനീഷിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തൊട്ടതാ. അത് ശരിയല്ല എന്നല്ലേ ഞാൻ പറഞ്ഞു. അത് എന്നെ തന്നെ ചിന്തിച്ചു, അത് ശരിയാണോ? അന്യഭാഗത്തൊന്ന് ചിന്തിക്കുമ്പോ ശരിയാ. അന്വേഷണം ശരിയല്ലാണ്ടൊന്നും കിട്ടാന്ന് എനിക്കറിയില്ല. പിന്നെ ഫോൺ നോക്കട്ടെ. വെച്ചോ. ഒരു ഇഷ്ടമില്ലാതെ പോലെ നാളെ വരില്ലേ കൊടുത്തിട്ടുണ്ട് വന്നെ. നോക്കട്ടെ. നോക്കിയാ പോരെ, അറിയണം. ഞാൻ വെക്കുന്ന